മൂന്നാർ പഞ്ചായത്തിൽ 200-ലധികം തെരുവ് നായ്ക്കളെ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ളത്. അത് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്താണ് മനുഷ്യൻ ഇത്രയും ക്രൂരനായി പോകുന്നത്? കാരണം തെരുവ് നായ്ക്കളിൽ പലരും അക്രമാസക്തരായിട്ടുള്ള തെരുവ് നായ്ക്കളുണ്ട്, ഓക്കെ, എന്ന് കരുതി അതിന് ഈ കൂട്ടക്കൊലയാണ് ഒരു പരിഹാരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ ഇടയിൽ നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ പറയുന്ന 75-80 കഴിഞ്ഞ പ്രായമായവർ പോലും കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. എന്ന് കരുതി എല്ലാ പ്രായമുള്ളവരെ നമ്മൾ കൊന്നുകളയുവാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പാമ്പുകൾ കൂടിയിട്ടുണ്ട്. ഈ കൂടിയിരിക്കുന്ന പാമ്പുകളെ എല്ലാം റെസ്ക്യൂ ചെയ്തിട്ട് പത്തനംതിട്ട പോലുള്ള വനമേഖലയിലാണ് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത്. ആ പാമ്പുകൾ തന്നെ തിരിച്ച് പിന്നെയും മഴയും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് വെള്ളത്തിൽ ഒലിച്ച് ഇപ്പം ഞങ്ങളുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ കനാലുകളിലൊക്കെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്നും ആരും കൊന്നുകളയുന്നില്ല. എന്നാൽ അതാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്നത്, അല്ലേ? പക്ഷേ തെരുവ് നായ്ക്കളിൽ ഇപ്പോൾ 200 നായ്ക്കളെ കൊന്നു എന്ന് പറയുന്നത്, ഈ 200 നായ്ക്കളിൽ അക്രമാസക്തരായിട്ടുള്ള നായ്ക്കളും കാണാം, അതുപോലെ അസുഖം വന്ന നായ്ക്കൾ കാണാം, അസുഖം ഇല്ലാത്ത നായ്ക്കൾ കാണാം, ഈ പറയുന്ന രീതിയിൽ പേ ഉള്ള നായ്ക്കൾ കാണാം, പേ ഇല്ലാത്ത നായ്ക്കൾ കാണാം. എല്ലാവരെയും കൂടെ കൊന്നിരിക്കുക. അപ്പം ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ കൂട്ടത്തിലുള്ള നായകൾ ഇങ്ങനെയുള്ള ഒരു അക്രമം കാണിച്ചു എന്ന് കരുതി ആ ഏരിയയിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാത്തിനെയും കൂടെ കൊന്നുകളയുന്ന ഒരു നടപടി ശരിയായിട്ടൊരു നടപടിയല്ലല്ലോ. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മനുഷ്യന് മാത്രമല്ല ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ പറയുന്ന ജന്തുജാലങ്ങൾക്കൊക്കെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് അവകാശമുണ്ട്. അപ്പോൾ ഈ വാർത്തകൾ വന്നപ്പം ഈ വാർത്തകളുടെ എല്ലാം കീഴിൽ ഞാൻ കണ്ട കമൻറ്റുകളാണ് ചെയ്തത് നന്നായി, മൂന്നാർ പഞ്ചായത്തിനിരിക്കട്ടെ, കുതിരപ്പവൻ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ചിന്തിക്കുന്നില്ല, മനുഷ്യത്വം മരവിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ആ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു നല്ല കാര്യമല്ല. ആ പഞ്ചായത്തിന് ഈ തെരുവ് നായ്ക്കളെ ഇത് ഇല്ലാതാക്കാനായിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഒരുപാട് ആൾക്കാർ തെരുവ് നായ്ക്കളെ, ഈ നായ്ക്കളോട് സ്നേഹമുള്ളവർ നായ്ക്കളെ റെസ്ക്യൂ ചെയ്ത് അവരവരുടെ പ്രോപ്പർട്ടിയിൽ കൊണ്ട് താമസിപ്പിക്കുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ ഈ സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ ഇടപെട്ട് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കണ്ടെത്തി ഈ പറയുന്ന ആൾക്കാർക്ക് അതിനെ റെസ്ക്യൂ ചെയ്ത് താമസിപ്പിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നടന്നു പോകുന്നൊരു കാര്യമാണ്. അതാരും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ അക്രമാസക്തരായുള്ളതിനെ മാത്രം പിടിച്ച് എന്താ പറയുക, ഈ കൊല്ലുന്ന രീതിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗമോ സ്വീകരിക്കാം. നേരെ മറിച്ച് എല്ലാത്തിനെയും ഒരേപോലെ ഒരു ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഈ പഞ്ചായത്തുകളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റെസ്ക്യൂ സെൻ്റർ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ തെരുവ് നായകൾ ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ അല്ലെങ്കിൽ മനുഷ്യന് തന്നെ വലിയൊരു പങ്കുണ്ട്. ഒരാഗ്രഹത്തിന് അല്ലെങ്കിൽ മക്കളുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ വീട്ടിൽ തോന്നുന്ന ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കൂടിയ എന്ന നായ്ക്കളെ മേടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അതിനെ വളർത്താനുള്ള ചിലവുകൾ പറ്റുന്നില്ല, അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനെ കൊണ്ട് റോഡിൽ വലിച്ചെറിയുന്നു. സ്ഥിരമായിട്ട് പിള്ളേർ കല്ലെറിയുന്നുണ്ട്, വീടുകളിൽ ഭക്ഷണത്തിന് ചെല്ലുമ്പോഴത്തേക്ക് അവർ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെ കുറേ പ്രാവശ്യം ഉപദ്രവം ഏറ്റു കഴിയുമ്പോഴത്തേക്ക് ഈ നായ എന്ത് ചെയ്യും? പിന്നെ കാണുന്ന മനുഷ്യൻ എന്നെ ഉപദ്രവിക്കാൻ വന്നതാണോ എന്ന് കരുതി അതിന് അറ്റാക്ക് ചെയ്യാനുള്ള രീതിയിൽ അത് അങ്ങോട്ട് പോകും. അങ്ങനെ ഒരു കാരണമാണ്. എന്ന് വെച്ച് ഈ നായ്ക്കൾ ഉപദ്രവിക്കുന്നതിനെ ഞാൻ ന്യായീകരിച്ച് പറയുമല്ല. ഈ പറയുന്ന രീതിയിൽ അപകടകരമായിട്ടുള്ളതിനെ കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം കാണുക. കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. മൊത്തത്തോടെ ചെയ്യുന്നതിനെതിരായിട്ടേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ.